മോളെ വെക്കേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ ഈ ടീഷർട്ടാണ്. അപ്പൊ അവക്ക് 30-ാം തീയതി വരെ എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്ന പാടന്നെ ഹുക്കും യാണും കൊണ്ടിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രോഷേ ചെയ്യാൻ. അപ്പൊ ആദ്യമായിട്ട് അവര് ടീഷർട്ട് യാണ് വെൽവെറ്റ് യാണൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കാരണം കുറച്ചും കൂടി തിക്നെസ് കൂടിയ യാണാണ്, വലിയ ഹുക്ക് സൈസ് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അവൾക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഇപ്പൊ പാറ്റേൺ ഒക്കെ ഞാൻ കണ്ട് അവളെ കൊണ്ട് ചെറിയ രീതിയിൽ നോട്ട്സ് ഒക്കെ എഴുതിപ്പിച്ച് ബാക്കി കുറച്ച് ഞാൻ അത്യാവശ്യം ഹെൽപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഈ ബാഗ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ ഇതൊരു മാജിക് റിംഗ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. 3 ഇൻക്രീസ് വരെ ചെയ്യാം. 6 റൗണ്ട് ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് 2 ഇതുപോലുള്ള എന്താണ് റൗണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്ത് ചെയ്യുന്ന ഒരു ബാഗാണിത്. ഈ ബാഗിന്റെ പേര് ഓറിയോ ബാഗ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഈ ഓറിയോ ബാഗ് ഉണ്ടാക്കണം എന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ബാഗ് മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ബേസിക്സ് ടു അഡ്വാൻസ് ആയിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഉള്ളത് വെച്ചാൽ അതിനു വേണ്ടി ജോയിൻ ചെയ്യാം കേട്ടോ. മോള് ഇന്നലെയും മെനിയാന്നും ഒക്കെ ആയിട്ട് ഇരുന്ന് ചെയ്തെടുത്ത വർക്കാണ് കേട്ടോ ഇത്. അങ്ങനെ 2 റൗണ്ട് ചെയ്തെടുത്തു. ഇനി ഒരു റൗണ്ട് മറ്റേ റൗണ്ട് ആയിട്ട് നമ്മൾ 14 സിംഗിൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ 14 എണ്ണം ജോയിൻ ചെയ്തു. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്യുമ്പോഴും ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് കുറച്ച് ടഫായിട്ട് വരുന്നൊരു ഇതാണ്. കാരണം ഒരു ഭാഗം മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. 2 നല്ല സൈഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള്ളും ഒരു 8 സ്റ്റിച്ച് ഒഴിച്ച് ബാക്കി എല്ലാ റൗണ്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 14 സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇതിന്റെ നല്ല വശമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 2 ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ബാക്കി 10 എണ്ണത്തിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക. അവസാനത്തെ 2 ചെയിനിൽ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലുള്ള ചെയിനുമായിട്ട് ജോയിൻ ചെയ്യുക. വീണ്ടും 1 ചെയിൻ ഇടുക, 2 സ്ലിപ്പ് സ്റ്റിച്ച്, 10 സിംഗിൾ ക്രോഷേ, 2 സ്ലിപ്പ് സ്റ്റിച്ച്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ലാസ്റ്റ് 8 ചെയിന് എൻ്റെ ചെയ്യുന്ന മീൻസ് ആ റൗണ്ടിൽ 8 ചെയിൻ എൻ്റെ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് നിർത്തി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറിയോ ബാഗ് കിട്ടുന്നതാണ് കേട്ടോ. കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ. പക്ഷെ എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ വർക്കാണ്. മോൾ ഇത് ചെയ്യുമ്പോൾ ഹുക്ക് സൈസ് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ടീഷർട്ട് യാണ് ആയതുകൊണ്ട് വെൽവെറ്റ് യാണ് പോലെയല്ല, ചെറിയ രീതിയിലൊരു ഇത് വരുന്നുണ്ട്, എന്താണ് പിടുത്തത്തിനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് ഏതാണോ കംഫർട്ട് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യും. അപ്പം നിങ്ങളൊക്കെ ഒരു ക്രോഷേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ഹുക്ക് സൈസ് ഒരുമിച്ച് കൊണ്ടെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഓരോരുത്തരുടെ കയ്യിൻ്റെ ടെൻഷൻ അനുസരിച്ചിട്ടും അവർ പിടിക്കുന്ന യാൺ അനുസരിച്ചിട്ട് നമുക്ക് ഹുക്ക് സൈസിൽ മാറ്റം വരുത്താം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന യാണിനും അനുസരിച്ചിട്ട് ഹുക്ക് സൈസിൽ വരും കേട്ടോ. കാരണം ഇന്ന പ്രൊജക്റ്റിന് ഇന്ന യാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. നമ്മളുടെ ടെൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് സൈസ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു എന്താണ് ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 11 സിംഗിൾ ചെയിനാണ് കേട്ടോ ഇടുന്നത്. 11 ചെയിൻ ഇട്ടിട്ട് 9 ചെയിൻ ചെയ്യാം. ലാസ്റ്റത്തെ 10 ചെയിനിൽ 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. എന്നിട്ട് വീണ്ടും തിരിച്ച് 9 ചെയിൻ ഇട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ട് വേണം കേട്ടോ നെക്സ്റ്റ് വീണ്ടും അതിൻ്റെ മേലെ ചെയ്യാൻ. അങ്ങനെ ഒരു 4 റൗണ്ട് ചെയ്യണം. സെക്കൻഡ് റൗണ്ടിൽ എന്താ വെച്ചാൽ ഈ 3 ചെയിൻ്റെ മേലെ ലാസ്റ്റ് ചെയ്തില്ല ഒരു 3 ചെയിൻ, അതിൻ്റെ മേലെ ഇൻക്രീസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതേ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് ലിഡ് പോലുള്ള ഒരു ഭാഗം കിട്ടും കേട്ടോ. ആ ലിഡ് പിന്നെ വെച്ച് തുന്നി പിടിപ്പിക്കലാണ് കുറച്ചും കൂടി ഒരു ടഫായിട്ടുള്ള പരിപാടി. അപ്പം നമ്മൾ അത് തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാം, സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് നമ്മളെ ബാഗിൽ ജോയിൻ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൈ ഇതേപോലെ ഹാൻഡ് പാർട്ട് തുന്നി പിടിപ്പിക്കണമെങ്കിൽ തുന്നി പിടിപ്പിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ചെയിൻസ് വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചാലും മതി കേട്ടോ. അപ്പം മോളിത് ഈ ഫ്ലിപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് ഒരു എന്താ പറയാ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്. ഇതാ ഇപ്പൊ ഈ ബാഗ് റെഡിയായി. ഇത് ഈ ഒരു ഷേപ്പിലാക്കി നമ്മൾ ലിഡ് വെക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ ഇത് വെച്ച് തുന്നി പിടിപ്പിക്കുക. ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ അല്ലെങ്കിൽ സ്റ്റിച്ച് നമ്മൾ മാഗ്നറ്റിക് ഇത് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ. ഞാനിപ്പോൾ മോക്ക് എളുപ്പത്തിന് എന്താണ് ബട്ടണാണ് കേട്ടോ വാങ്ങിയത്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ബാക്ക് സൈഡിൽ ഇത് തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് അവളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനാട്ടോ സ്റ്റിച്ച് മാർക്കർ 3 അവൾക്ക് വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിന് ശേഷം അതാ ഈ നമ്മൾ വലിയ ഡാനിങ് നീഡിൽ വെച്ചിട്ട് ഇത് മൊത്തം തുന്നി പിടിപ്പിക്കുക. ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ ബട്ടണും വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഇത് ഹോളുള്ള ഇതായതുകൊണ്ട് ബട്ടൺ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ
ചെയ്തെടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ മോളോട് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ഒരു ബാഗിൻ്റെ ട്രാൻസിഷൻ കാണുന്നുണ്ടല്ലോ, നമുക്ക് നാളെ ഇതിൻ്റെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് വീഡിയോ ആയപ്പം തന്നെ അവളിങ്ങനെ പറയുന്നുണ്ട്, ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വർക്ക് കാണാനെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളുടെ ആ സീരീസ് ഉണ്ടല്ലോ 18 ടോയ്സിൻ്റെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് ഡിസേബിളായി പോയതിന് ശേഷം ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഒന്നിങ്ങോട്ട് റെഡിയായി വരാൻ നല്ല താമസം എടുക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നവർ ആരായാലും ഈ ഒരു വീഡിയോന് നല്ല ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. നിങ്ങൾക്കും ഇതുപോലുള്ള ബാഗോ എന്ത് ക്രോഷ ഐറ്റംസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഓൺലൈൻ ക്ലാസ്സും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന എല്ലാ ക്രോഷ വർക്ക്സും എടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു.